ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സമാധാനവും പ്രത്യാശയും സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു. കഴിഞ്ഞ മാസം 7-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ ഇറ്റാലിയൻ മിലിറ്ററി അജപാലന മേഖലയിൽ സേവനം ചെയ്യുന്നവർക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു, രക്ഷ ഒരു ആശയമല്ല, മറിച്ച് ക്രിസ്തു എന്ന ജീവിക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഒരിക്കൽ മാത്രം മരിച്ചു. തൻ്റെ ഉയർപ്പിലൂടെ ഇന്ന് നമുക്കായി, നമ്മുടെ രക്ഷയ്ക്കായി അവൻ നിത്യം ജീവിക്കുന്നു. പൗലോസ് റോമർക്കുള്ള ലേഖനത്തിൽ നമ്മോട് പറയുന്നു, ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. ഉയർപ്പിന്റെ പ്രഖ്യാപനത്തിൽ ജനം മറുപടിയായി പറയുക, മിശിഹാ തമ്പുരാൻ ഖബറിൽ നിന്നും സത്യമായി ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. മലങ്കര ക്രമത്തിൽ ഉയർപ്പ് തിരുനാളിൻ്റെ ശുശ്രൂഷയിൽ ആദ്യമുള്ള ചടങ്ങ് ഉയർപ്പിൻ്റെ തന്നെ പ്രഖ്യാപനമാണ്. ഖബറടക്കിയ കുരിശ്, കാർമീകൻ ചുവന്ന ഊറാലയും പട്ടുതുണിയും അണിയിച്ച് ജനത്തിൻ്റെ മുൻപിൽ മറ നീക്കി ഉയർപ്പ് പ്രഖ്യാപനം നടത്തുന്നു. ജനം നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നു. മഹത്വപൂർണമായ കുരിശ് തുടർന്ന് സ്റ്റാൻഡിൽ സ്ഥാപിക്കുന്നു. തുടർന്ന് ഉയർപ്പിൻ്റെ ശുശ്രൂഷയാണ്. അവിടുത്തെ പ്രധാന ആശയം നമ്മുടെ കർത്താവ് തൻ്റെ ഉയർപ്പിൽ സമാധാനം സ്ഥാപിച്ചു എന്നുള്ളതാണ്. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ തൻ്റെ സമാധാനം ഐക്യപ്പെടുത്തി. ഉദ്ധിതനായ നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാം ആദ്യം ആശംസിക്കുക ഈ സ്വർഗീയ സമാധാനമാണ്. സമാധാനം ആർക്കും നമ്മിൽ നിന്ന് എടുത്തു കളയുവാൻ സാധ്യമല്ല. സഭാമക്കൾ സ്വർഗീയ സമാധാനമായ നമ്മുടെ കർത്താവിന് അവകാശികളായി തീർന്നിരിക്കുന്നു. തുടർന്ന് നടക്കുക പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണമാണ്. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം സഭ പരസ്യമായി ഇവിടെ ഏറ്റുപറയുകയാണ്. തുടർന്ന് നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ ഉത്ഥാനം ശ്ലീബ ആഘോഷിച്ചുകൊണ്ട് സർവ സൃഷ്ടികളോടുമൊപ്പം സഭാമക്കളും ഉദ്ഘോഷിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൽ സഭാമക്കളെല്ലാവരും സന്തോഷിക്കുകയും ആനന്ദിക്കുകയുമാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ഉത്ഥാനം വഴി നേടിത്തന്ന സ്വർഗീയ സമാധാനം വിശ്വാസികളേവരും പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ്. തുടർന്ന് നടക്കുക ആഘോഷമായ തിരുനാൾ കുർബാനയാണ്. പ്രിയപ്പെട്ടവരെ, നാം മാമോദീസ മുങ്ങിയത് നമ്മുടെ കർത്താവിൻ്റെ മരണത്തിലാണ് എന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. നാമും അവനോടൊത്ത് പാപത്തിന് മരിച്ച് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തുവിനോടൊപ്പം പിതാവിൻ്റെ മഹത്വത്താൽ നാം പുതിയ ജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റവരാണ്. ഈ പുതുജീവൻ കൃപയുടെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. നമ്മുടെ പുനരുത്ഥാനവും നമ്മുടെ നിത്യജീവനും നമ്മുടെ കർത്താവ് തന്നെയാണ്. ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് കർത്താവ് നമ്മളുടെ അടുക്കിലേക്ക് വന്നത്. ഉദ്ധിതനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടും. അവർ മരിച്ചാലും ജീവിക്കും എന്ന് നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഉദ്ധിതനായ നമ്മുടെ കർത്താവിൽ നിത്യജീവന്റെ അവകാശികളായി, സ്വർഗത്തിന് അവകാശികളായി, ദൈവമക്കളുടെ അവകാശത്തിലേക്ക് നാം അങ്ങനെ പ്രവേശിച്ചു. ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മെല്ലാവരും. ഉദ്ധിതനായ നമ്മുടെ കർത്താവ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നമുക്കായി വാസസ്ഥലമൊരുക്കി കാത്തിരിക്കുകയാണ്. ഏവർക്കും ഉയർപ്പിൻ്റെ മംഗളങ്ങളും എല്ലാ സമാധാനവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.